ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് റോസ്മേരി വാട്ടർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും വീട്ടിൽ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ്. റോസ്മേരി വാട്ടർ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടൊന്ന് വെറുതെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മേഘാവണി. ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറേ പേര് കമന്റ് ഒക്കെ ഇട്ടിട്ട് പറയാറുണ്ട് ഇന്ന വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്ത് പറയാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റോസ്മേരി വാട്ടർ തയ്യാറാക്കുന്നതും അതുപോലെ തന്നെ അതെങ്ങനെയാ നമ്മൾ ഏത് രീതിയിൽ നമ്മൾ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ എത്ര കാലം നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഡ്രൈ ലീവ്സ് വാങ്ങുമ്പോൾ നമ്മൾ ഏത് വാങ്ങണം എന്നൊക്കെ ഒരാൾ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. റോസ്മേരിന്റെ ഇതിന് മുന്നത്തെ ഒരു വീഡിയോ ആൽപ്സ് ഗുഡ്നെസിന്റെ റിവ്യൂ പോലെ ഞാൻ സ്പോൺസേർഡ് ഒന്നും അല്ലാത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഐക്കാർഡിൽ കൊടുക്കാട്ടോ, ഒന്ന് കണ്ടു നോക്കുക. അപ്പം ഓക്കെ, അത്രയേ ഉള്ളൂ. വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബ്രാൻഡിനെയാണ് കേട്ടോ. ന്യൂട്രിവേദ് എന്നുള്ള ബ്രാൻഡിന്റെ റോസ്മേരി ലീവ്സ് ആണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് 100% നാച്ചുറൽ, അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, വീഗൻ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും വാങ്ങാം. പക്ഷെ ഓൾവേസ് നല്ല റേറ്റിംഗ് നോക്കിയിട്ട്, ആളുകളുടെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണം. ഇതപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിംഗ് ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ന്യൂട്രിവേദിൻ്റെ വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കാം. ഇതിപ്പോൾ 100 ഗ്രാം ഓഫ് പ്രൊഡക്റ്റ് ആട്ടോ. 100 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് 169 രൂപയാണുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പാത്രത്തിൽ ഏകദേശം ഞാൻ റോസ്മേരിൻ്റെ ആൽപ്സ് ഗുഡ്നെസിൻ്റെ ആ ഒരു ബോട്ടിലാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടത്രയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് ഓഫ് വാട്ടർ ഞാൻ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ml ഓഫ് വാട്ടറൊക്കെ ഉണ്ടാവും. 2 ഗ്ലാസ് ഓഫ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ വലിയ സ്പൂണിൽ, ടേബിൾ സ്പൂണിൽ ഒരു 3 സ്പൂണോളം റോസ്മേരിൻ്റെ ഡ്രൈ ലീവ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മറ്റേ സിബ്ലോക്ക് വരുന്ന അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പാക്കേജിംഗ് ഒക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ. അത് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറേ കാലം റോസ്മേരി ലീവ്സ് കേടൊന്നും കൂടാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ അതിന് ഏകദേശം അത്യാവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വലിയ സ്പൂൺ എടുത്തതുകൊണ്ട് തന്നെ ഞാനൊരു 2-2.5 സ്പൂൺ ഇട്ടിട്ടുള്ളൂ. കാരണം അത്യാവശ്യം വലിയ സ്പൂൺ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണ്ടായിരുന്നു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരാം. നമ്മൾ നോർമലി പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഈ പാത്രമൊക്കെ വൃത്തിയുള്ളത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഡ്രൈ ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുള്ള പാത്രം എടുക്കുക. എന്നിട്ട് വെച്ച ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുമല്ലോ. ഈ തിളച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് മൂടി വെക്കണം. മൂടി വെക്കാതെ ഇത് ഉണ്ടാക്കുകയേ ചെയ്യരുത്. കാരണം അതിൻ്റെ എല്ലാ എഫക്റ്റും ഒക്കെ പുറത്ത് പോകും. ഓക്കെ, അതിനുശേഷം ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞാനിത് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇത് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു തുണി എടുത്തിട്ട്, ഒരു കോട്ടൻ്റെ ഒരു തുണി എടുത്തിട്ട് അരിക്കുക. എന്നിട്ട് ഞാൻ ഈ ഒരു ബോട്ടിലാണ്, എൻ്റെ അടുത്ത് സ്പ്രേ ബോട്ടിൽ വേറെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ബോട്ടിലോട്ട് തന്നെയാണ് ഞാൻ മാറ്റുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് 100 ml ഓഫ് പ്രൊഡക്റ്റ്, അതായത് ആ വാട്ടർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിന്, ഹെയർ ഫാള് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളിയാണ് റോസ്മേരി വാട്ടർ. അപ്പം ഞാനിത് എന്തായാലും നാച്ചുറൽ ആയിട്ടൊന്നും ഉണ്ടാക്കണം എന്ന് കുറേ ആയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ആൽപ്സ് ഗുഡ്നെസിൻ്റെ ആക്കിയിട്ട്, നിങ്ങൾക്ക് സ്പ്രേ ബോട്ടിൽ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്കാം. ഇതിലാവുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സിമ്പിളാണ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടു, നന്നായിട്ട് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് ഇങ്ങനെ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ സിമ്പിളാവും. അപ്പോൾ അത്രയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റോസ്മേരി വാട്ടർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിക്കാണ് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. തിളപ്പിക്കുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ തിളച്ച് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നിർബന്ധമായിട്ട് നോക്കുക. അതുപോലെ പിന്നെ അത് ആവാൻ തുടങ്ങി കഴിഞ്ഞാൽ വേഗം തന്നെ നിങ്ങൾ ആ ഒരു തിള വന്ന് തുടങ്ങിയാൽ തന്നെ മൂടി വെച്ചിട്ട് വേണം പിന്നെ ബാക്കി ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു കളറൊക്കെ കണ്ടില്ല നമ്മൾ. ആ ഒരു ഇതിന്റെ ആൽപ്സ് ഗുഡ്നെസിന്റെ റോസ്മേരി വാട്ടറിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ആ ഒരു ടൈപ്പ് ഓഫ് സ്മെല്ല് ഇതിനും ഉണ്ട് കേട്ടോ. ഇതിന്റെ ഈ ഒരു നമ്മൾ നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ റോസ്മേരി വാട്ടറിന് ചെറുതായിട്ട് ആ ഒരു സ്മെല്ല് വരുന്നുണ്ട്. അതുപോലത്തെ ഒരു സ്മെല്ലാണ്. പക്ഷെ നല്ലൊരു പ്ലസന്റ് നമുക്കൊരു
കാമിങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാട്ടോ. നമുക്ക് ഇങ്ങനെ തലവേദനയൊക്കെ എടുത്തിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മെല്ല് നല്ല നമുക്ക് പറയില്ല ഒരു കാമിങ് തരുന്ന ടൈപ്പ് ഓഫ് ഒരു സ്മെല്ലാണ്. സ്മെല്ലിന് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒരു 1 വീക്ക് 2 വീക്കിന്റെ അടുത്തൊക്കെ കിട്ടുന്നുണ്ടാവും. അതല്ലാതെയാണെന്നുണ്ടെങ്കിൽ 2-3 ദിവസമൊക്കെ മേ ബി അത്രയും തന്നെ കിട്ടുന്നുണ്ടാവുള്ളൂ നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ ചെയ്തത് കൊണ്ടൊന്ന് വീഡിയോ കാണിച്ചെന്നുള്ളൂ. ഒരുപാട് പേര് റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെയാണ്. ഇനി ഇത് യൂസ് ചെയ്തിട്ട് ആൽസ് ഗുഡ്നസിനെ യൂസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ടെക്സ്ചറിലൊക്കെ ഹെയർ ടെക്സ്ചറിലൊക്കെ ഡിഫറൻസും ഒക്കെ ഫീൽ ചെയ്തു. പക്ഷേ ഭയങ്കര ഹെയർ ഗ്രോത്തോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു 2-3-4 മാസം യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ പറയാട്ടോ. അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്റെ വീഡിയോയിൽ കാണുമ്പോൾ അറിയാൻ പറ്റുമല്ലോ എനിക്ക് എത്ര ഹെയർ ഉണ്ട് എന്നുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാനാണ്. അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കരുത്. ബൈ.